നമസ്കാരം. എസ് ക്രിയേറ്റീവിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് ബീഡ് വെച്ച് വർക്ക് ചെയ്തേക്കുന്നതാണ്. ചട്ടയിലേക്ക് ക്ലോത്ത് മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള കമ്മലാണ്. ഇവിടെ വൈറ്റ് കളറാണ് ഇട്ടടിച്ചിട്ടുള്ളത്. വൈറ്റ് കളറിന് പകരം ഏത് ക്ലോത്താണോ യൂസ് ചെയ്യണത് അതേ കളർ തന്നെയുള്ള ത്രെഡ് വെച്ച് വേണം നമ്മൾ അടിക്കാനായിട്ട്. 4 സൈഡ്സും അടിച്ചു കൊടുക്കണം. അതുപോലെ 4 സൈഡും ഇതുപോലെ ക്ലോത്തിൻ്റെ 4 സൈഡും അടിച്ചു കൊടുക്കണം. നമ്മൾ സെയിം കളർ ത്രെഡേ ഉപയോഗിക്കാവൂ. വൈറ്റ് കളറാണ് ഇവിടെ അടിച്ചിട്ടുള്ളത്, പക്ഷെ വൈറ്റ് കളർ ഉപയോഗിക്കരുത്. സെയിം കളർ ത്രെഡ് ഉപയോഗിച്ച് അടിക്കണം. അതിനുശേഷം അതിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് ബീഡ് വെച്ച് വർക്ക് ചെയ്തേക്കുകയാണ്. 3 ബീഡ്സായിട്ട് വർക്ക് ചെയ്തേക്കുകയാണ്. പ്ലാസ്റ്റിക് ബീഡാണ് വർക്ക് ചെയ്തേക്കുന്നത്. അതിന് ഗ്ലേസിങ് കുറവാണ് പ്ലാസ്റ്റിക് ബീഡിന്. ചട്ടയുടെ രണ്ട് സൈഡും നമ്മൾ ഫില്ല് ചെയ്യണം. കണ്ടോ, 2 സൈഡും നമ്മൾ ഫില്ല് ചെയ്യണം. അടിച്ച് മടക്കി അടിക്കണം ബാക്കിലേക്ക്. എന്നിട്ട് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് മുഴുവനാക്കണം. ഇതുപോലെയുള്ള ചട്ടയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.